ഹൈ ബി പി ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം തന്നെ ബി പി ഉള്ളവർ ബി പി ചെക്ക് ചെയ്യുമ്പോൾ വീട്ടിൽ ബി പി ചെക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആദ്യം നോക്കുക. കൃത്യമായിട്ട് എല്ലാ ദിവസവും ബി പി ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിൽ പ്രധാനമായി നോക്കുന്നത് എല്ലാ ദിവസവും ഒരേ സമയത്ത് രാവിലെ ആഴ്ച രാവിലെ എല്ലാ ദിവസവും രാവിലെ അതേപോലെ തന്നെ ചെക്ക് ചെയ്യുക. വൈകിട്ട് ആഴ്ച വൈകിട്ട് എപ്പോഴാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് എല്ലാ ദിവസവും സെയിം ടൈമിൽ തന്നെ ബി പി ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ബി പി ചെക്ക് ചെയ്ത് കിട്ടുന്ന ബി പി റീഡിങ് കൃത്യമായി റെക്കോർഡ് ചെയ്യുക. കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് എപ്പോഴെങ്കിലും സഡനായിട്ട് ബി പി കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ സഡനായിട്ട് ലോവറായി കാണിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള സഡൻ ചേഞ്ചസ് കൃത്യമായി നോട്ട് ചെയ്തുകൊണ്ട് ഡോക്ടറെ അറിയിക്കേണ്ടതാണ്. പ്രത്യേകം കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ബി പി ഒരു ദിവസം കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാവുന്നതല്ല. കൃത്യമായി നമ്മൾ മെഡിസിനും ട്രാക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാനേജ് ചെയ്യാൻ പറ്റുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് ബി പിക്കുള്ള മെഡിസിൻ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള മെഡിസിൻ കൃത്യമായ സമയത്ത് കൃത്യമായ ഡോസിൽ എടുക്കാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് നമ്മൾ ഡെയിലി ബി പി ചെക്ക് ചെയ്യുന്നുണ്ടാവും. ബി പി ചിലപ്പോൾ കൂടുതലുണ്ടാവും, ചിലപ്പോൾ കുറയുന്നുണ്ടാവും. അതനുസരിച്ച് സെൽഫായിട്ട് ഒരു കാരണവശാലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബി പിയുടെ മെഡിസിൻ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാതിരിക്കുക. ചിലർ പറയണം ഇന്ന് കുറച്ച് ബി പി കൂടുതലാണ്, കുറച്ച് ഒരു മരുന്ന് കൂടുതൽ കഴിക്കാം, അല്ലെങ്കിൽ ഇന്ന് ബി പി കുറവാണ് എന്നാൽ ഈ മരുന്ന് കഴിക്കേണ്ട, നാളെ കഴിക്കാം. അങ്ങനെ ഒരിക്കലും സെൽഫായിട്ട് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ പകുതി കഴിക്കാം, മുക്കാൽ കഴിക്കാം എന്ന് പലരും തെറ്റിദ്ധാരിച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരിക്കലും സെൽഫായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഒരു ദിവസത്തെ ബി പി വേരിയേഷൻ കണ്ട് നമ്മുടെ സെൽഫ് ആയിട്ട് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ബി പിയുടെ മെഡിസിൻസ് കൃത്യമായി നമ്മൾ കഴിക്കാതിരിക്കരുത്. ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ള അതേ കൃത്യമായ ഡോസിൽ കഴിക്കുക. റീഡിങ് ഡോക്ടറോട് പറഞ്ഞ് ഡോക്ടറാണ് അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബി പിയുടെ മരുന്നുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ 3-4 ദിവസം മുമ്പ് തന്നെ അടുത്ത മരുന്നുകൾ മേടിച്ച് വയ്ക്കുക. കഴിഞ്ഞിട്ട് നമ്മൾ മരുന്നിന് വേണ്ടി ഓടാതിരിക്കുക. കൃത്യമായി കഴിയുന്നതിന് മുമ്പ് 3-4 ഒരാഴ്ച മുമ്പ് തന്നെ മെഡിസിൻ മേടിച്ച് സ്റ്റോക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈ ബി പി ഉള്ളവർ അവരുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഉപ്പിൻ്റെ ഉപയോഗം തീരെ കുറയ്ക്കുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എക്സസൈസുകൾ ചെയ്യുക. ലൈറ്റായിട്ടുള്ള എക്സസൈസുകൾ നടത്താം. ഹെവി ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാതിരിക്കുക. ലൈറ്റായിട്ടുള്ള എക്സസൈസുകളാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്ട്രെസ്സ് കുറയ്ക്കാൻ നോക്കുക. അധികം സ്ട്രെസ്ഫുൾ സിറ്റുവേഷനും സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 3 കാര്യങ്ങളാണ് ലൈഫ് സ്റ്റൈലിൽ പ്രധാനമായി ആദ്യത്തെ സ്റ്റേജിൽ മാറ്റേണ്ടത്. ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക അല്ലെങ്കിൽ തീരെ ഒഴിവാക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ലൈറ്റ് എക്സസൈസുകൾ, ഹെവി ആയ എക്സസൈസുകൾ, അധികം ഡ്യൂറേഷൻ നിൽക്കുന്ന അധികം ഓവർലോഡഡ് ആയ എക്സസൈസുകൾ ചെയ്യാതിരിക്കുക. ലൈറ്റ് ആയിട്ടുള്ള നടത്തം, അങ്ങനെയുള്ള ജോഗിങ് പോലെയുള്ള എക്സസൈസുകളാണ് ചെയ്യേണ്ടത്. അടുത്തത് ഹൈ ബി പി ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴാണ് എമർജൻസി ആയിട്ട് ഡോക്ടറെ കാണേണ്ട അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടത്? ഇവർക്ക് ഹെഡ് ഏക്ക് ഭയങ്കരമായിട്ട് ഹെഡ് ഏക്ക്, ബി പി ഉള്ള പേഷ്യൻറ്റിന് കൂടുതൽ ഹെഡ് ഏക്ക് ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവർക്ക് ബ്ലേഡ് വിഷൻ, അതായത് കാഴ്ച മങ്ങുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണേണ്ടതാണ്. അതുപോലെ ചെസ്റ്റ് പെയിൻ, നെഞ്ചുവേദന ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണേണ്ടതാണ്. ഈ 3 ലക്ഷണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് തലവേദന ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ കാഴ്ച മങ്ങുന്നുണ്ടെങ്കിൽ, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ കാഴ്ച മങ്ങുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെയാണ് ചെസ്റ്റ് പെയിൻ ഉണ്ടെങ്കിൽ, ഈ 3 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണേണ്ടതാണ്. നമ്മളത് മാറിക്കോളും എന്ന് വിചാരിച്ച് മരുന്നുകൾ കൃത്യമായി കഴിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് ഇരിക്കരുത്. അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഹൈ ബി പി ഉള്ള പേഷ്യൻസ് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബി വെരി കെയർ. ഐ എം റോബിൻസ്.